പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഓവർസിയർ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 പരീക്ഷയുടെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട്. LSTDയിലേക്കും അതുപോലെ തന്നെ PWD ഇറിഗേഷൻ ഈ 3 ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കോമൺ പരീക്ഷ തന്നെയാണ് ഗ്രേഡ് 1 വരുന്നത്. പരീക്ഷാ തീയതി എന്ന് പറയുന്നത് ജൂൺ മാസത്തിലെ PSC പരീക്ഷാ കലണ്ടറിനൊപ്പം ഉണ്ട്. ജൂൺ 27-നാണ് ഈ പരീക്ഷ നടക്കുക. ജൂൺ 27-നാണ് LSTD ഗ്രേഡ് 1 അല്ലെങ്കിൽ PWD ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 1 പരീക്ഷ നടക്കുന്നത് ജൂൺ 27-നാണ്. അപ്പോൾ ഒരു 3 മാസം നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ചിട്ടയായിട്ട് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനും മികച്ച റാങ്ക് നേടി കുറച്ച് ഒഴിവുകൾ വരുന്ന പരീക്ഷ തന്നെയാണ്. സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനും നമുക്ക് സാധിക്കും. ഇനി ഇതിന്റെ സിലബസ് എന്താണ്? സിലബസിൽ ഒരു മാറ്റവും വരുത്താനായിട്ട് PSC മെനക്കെട്ടിട്ടില്ല. തൊട്ട് മുന്നേ ഒരു ഗ്രേഡ് 1 ഡിപ്ലോമ നിലവാരമുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് PSC നടത്തിയിട്ടുള്ള അതേ സിലബസ് അതേപടി ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോലും മെനക്കെടാതെ അതേപടി എടുത്ത് നമുക്ക് പബ്ലിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സിലബസ് മാറാത്തത് കൊണ്ട് നമുക്ക് ഗുണപ്രദമാണ്. എങ്കിലും ഈ പറഞ്ഞ പോലെ ഓവർസിയർ ഗ്രേഡ് 1 സൈറ്റ് എഞ്ചിനീയർ അതെല്ലാം കൂടെ കോമൺ ആയിട്ട് ഒറ്റ പരീക്ഷ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ഓവർസിയർ ഗ്രേഡ് 1 കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കോഴ്സും നമുക്കുണ്ട്. വളരെ ചെറിയ ഫീസിൽ ഈ ഗ്രേഡ് 1 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് IPLSൽ അവൈലബിൾ ആണ്. ഫുൾ സിലബസ് കവേർഡ് ആയിട്ടുള്ള കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ സർവേയിങ് 1 ആണ് ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. 10 മാർക്ക് അതിനുണ്ട്. ചെയിൻ സർവേയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നുണ്ട്. സർവേയിങ് 2 തിയോഡലൈറ്റ് സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരും. അതിനും 10 മാർക്ക്. മൊത്തത്തിൽ സർവേയിൽ നിന്ന് 20 മാർക്കാണ് സർവേയിൽ നിന്ന് ഉള്ളത്. ദെൻ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനകത്ത് സ്റ്റോണ്, ക്ലേ, ബ്രിക്ക്, ടൈൽസ്, അഗ്രിഗേറ്റ്സ്, മോർട്ടാർ, സിമെന്റ്, കോൺക്രീറ്റ്, സ്റ്റീൽ ഒക്കെ ഉണ്ട്. അതിന് 10 മാർക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ നിന്ന്. ദെൻ കൺസ്ട്രക്ഷൻ ടെക്നോളജി, അതിനകത്താണ് ബ്രിക്ക് മേസണറി, സ്റ്റോൺ മേസണറി, ഡാം പ്രൂഫ് കോഴ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കുറെ ഒരു വലിയൊരു മൊഡ്യൂൾ തന്നെയാണ്. ഫ്ലോറ്, ആർച്ചസ്, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ, കമ്പോണൻസ് ഓഫ് ബിൽഡിങ്, റൂഫ് ഡെഫിനിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 മാർക്കാണ് ആ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ നിന്ന് വരുന്നത്. ദെൻ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ പറഞ്ഞ മെക്കാനിക്സും നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസോടെ കമ്പൈൻ ചെയ്തിട്ടുള്ള തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, ഫോഴ്സ് തൊട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സെൻട്രോയിഡ്, സ്ട്രെസ്, സ്ട്രെയിന്, ദെൻ ബെൻഡിങ് ഇക്വേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, അത്തരം കാര്യങ്ങൾ, തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്, അത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. 10 മാർക്കാണ് ഈ ഭാഗത്തു നിന്നും ഉള്ളത്. ദെൻ ക്വാണ്ടിറ്റി സർവേയിങ് ആണ് അടുത്തൊരു മൊഡ്യൂള്. ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ ഈ പറഞ്ഞതുപോലെ അതിനും 10 മാർക്ക്. ഇത്തിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. നമ്മൾ A ലെവൽ പരീക്ഷകൾക്കൊന്നും ക്വാണ്ടിറ്റി സർവേയിങ് എങ്ങനെ പഠിക്കാറില്ല. പക്ഷേ ഇത് RCC ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ക്വാണ്ടിറ്റി സർവേയിങ് നമുക്ക് പഠിക്കണം. 10 മാർക്കാണ് ക്വാണ്ടിറ്റി സർവേയിങ്ങിനുള്ളത്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ ഹൈഡ്രോളജി ഇൻക്ലൂഡഡ് ആണ്. കനാലുകൾ, അതുപോലെ തന്നെ ക്രോപ്സ് ഒക്കെ അതിനകത്തുണ്ട്. അതിന് 10 മാർക്കാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും ഈ ഒരു സിലബസിൽ വരുന്നത്. അത് വലിയൊരു ടോപ്പിക് തന്നെയാണ്. ദെൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ബെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. 10 മാർക്കാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന്. 9ാമത്തെ മൊഡ്യൂളായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. റോഡ് ഉണ്ട്, റെയിൽവേ ഉണ്ട്, ട്രാഫിക് ഉണ്ട്, ദെൻ എയർപോർട്ടുകളുണ്ട്. ഇതെല്ലാം ട്രാഫിക് സിഗ്നൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാഗത്തു നിന്നുണ്ട്. ഇത് PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു സിലബസ് നമ്മുടെ എക്സാം കലണ്ടർ എടുത്തിട്ട് അവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ജൂൺ 27 പരീക്ഷ നോക്കി അവിടെ ആ സിലബസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. എന്താണെങ്കിലും പഠിക്കാനിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് പ്രിന്റ് എടുത്ത് വെച്ചിരിക്കണം. സിലബസ് തീർച്ചയായിട്ടും പ്രിന്റ് എടുത്ത് വെച്ചിരിക്കണം. ബ്രിഡ്ജ് ഒക്കെ അതിനകത്തുണ്ട്. 10 മാർക്കാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗും വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗുമാണ് വരുന്നത്. ആ 2 പാർട്ടുകളും ഉണ്ട്. വാട്ടർ സപ്ലൈ ഉണ്ട്, വേസ്റ്റ് വാട്ടർ ഉണ്ട്. അതിൽ നിന്നെല്ലാം കൂടെ ചേർത്ത് എത്രയാണ്? 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഗ്രേഡ് 1 ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷേ ഈ വാസ്റ്റ് സിലബസ് നിങ്ങൾ എന്താണെങ്കിലും പഠിക്കണം. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം കളക്ട് ചെയ്ത് ആ രീതിക്ക് തന്നെ നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ മികച്ച റാങ്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IPLS നിങ്ങൾക്കൊപ്പം ഉണ്ട്. അപ്പോൾ ഒട്ടും വൈകണ്ട, കൺഫർമേഷൻ കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക, മികച്ച റാങ്ക് നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.